തന്റെ സമ്പാദ്യം കൊണ്ട് 10 ഫെരാറിക്കാരും 2 പ്രൈവറ്റ് ജെറ്റും വാങ്ങാൻ ലാസ്റ്റ് ഉണ്ടായിട്ടും താൻ പഠിച്ചു വളർന്ന സാഹചര്യം മനസ്സിലാക്കി തന്റെ ഗ്രാമത്തെ ദത്തെടുത്തും കൊണ്ട് തന്റെ സമ്പാദ്യങ്ങൾ മൊത്തം അവിടെ ചെലവഴിച്ചുകൊണ്ട് അവിടെ ഹോസ്പിറ്റാലിറ്റികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നു വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു തന്റെ സമ്പാദ്യം മൊത്തം ആ ഗ്രാമത്തിന് വേണ്ടി ചെലവഴിച്ച ദ റിയൽ സൂപ്പർ സ്റ്റാർ സാദിയോ മാനെ, സെനഗലിന്റെ സൂപ്പർ സ്റ്റാർ. അപ്പൊ ഇന്നത്തെ കാലത്ത് 10 രൂപ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ 20 രൂപയുടെ പട്ടി ഷോ കാണിക്കുന്ന ആൾക്കാരാണ്. അതിന്റെ ഇടയിൽ വേറിട്ടൊരു ഫുട്ബോൾ പ്ലെയർ ആണ് സെനഗലിന്റെ സാദിയോ മാനെ. അപ്പൊ അദ്ദേഹം ഒരു തവണ എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഫോൺ കണ്ടിട്ട് പത്രപ്പുറത്ത് ഞെട്ടി. പൊട്ടിപ്പൊളിഞ്ഞൊരു ഫോണാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് കോടികൾ വരുമാനല്ലേ, പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഫോൺ എന്താ? നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും വാങ്ങാം, 10 ഫെരാറിക്കാർ വാങ്ങാം, 2 പ്രൈവറ്റ് ജെറ്റ് വാങ്ങാം, എല്ലാം ശരിയാണ്, എനിക്കതെല്ലാം വാങ്ങാം. പക്ഷെ ഞാൻ അത് വാങ്ങിയിട്ട് എനിക്ക് മാത്രമല്ലേ കിട്ടുള്ളൂ. ഞാനത് വാങ്ങിയിട്ട് പക്ഷെ എനിക്ക് കിട്ടുന്ന എല്ലാം ഞാൻ എൻ്റെ ഗ്രാമത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അദ്ദേഹത്തിന് കിട്ടുന്ന ഫണ്ട് മൊത്തം ആ ഗ്രാമത്തിലേക്ക് അദ്ദേഹം ചെലവഴിക്കുകയാണ്. ആർക്കെങ്കിലും തോന്നുമോ? ഞാൻ പറഞ്ഞ പോലെ ഒരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 200 രൂപയുടെ പട്ടി ഷോ കാണിക്കുന്ന ആൾക്കാരല്ലേ ഇന്നത്തെ കാലത്ത്. ഒരു ഫോൺ പോലും അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. ദ റിയൽ സ്റ്റാർ, ബിഗ് സല്യൂട്ട്. നമ്മളൊക്കെ കണ്ട് പഠിക്കണം സാദിയോ മാനെ. രോമാഞ്ചിഫിക്കേഷൻ സ്റ്റോറിയാ, ഒന്ന് കണ്ടു നോക്ക് ഇദ്ദേഹത്തിന്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുട്ബോൾ പ്ലെയർ ആട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇദ്ദേഹത്തിന്റെ കളി അമ്മാതിരി കളിയാണ്. 0 ഹേറ്റേഴ്സ്, 1% പോലും ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു പ്ലെയർ ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് സാദിയോ മാനയുടെ പേരുണ്ടാവും. ദ റിയൽ മാൻ.